ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ UX അഥവാ യൂസർ എക്സ്പീരിയൻസ് നോളജുകൾ വളർത്തിയെടുക്കാം, അതിനെ എങ്ങനെ കുറച്ച് ഡമ്മി ആയിട്ടുള്ള കുറച്ച് പ്രോജക്റ്റുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണോ നമുക്കൊരു റിസർച്ചിങ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു യൂസർ എക്സ്പീരിയൻസ് മെൻറ്റാലിറ്റി ഒക്കെ വളർത്തിയെടുക്കാം എന്ന് സഹായിക്കുന്ന ഒരുപാട് നല്ല മികച്ച കുറച്ച് വെബ്സൈറ്റുകൾ. ഓക്കെ, അപ്പോൾ ഇത്തരം വെബ്സൈറ്റുകളെല്ലാം തന്നെ നമ്മുടെ UXലെ, അതായത് ഞാൻ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ അല്ല ഉദ്ദേശിക്കുന്നത്, യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിലെ നമ്മുടെ നോളജുകൾ വളർത്താൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഈ വെബ്സൈറ്റുകൾ ഓരോന്നും നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക, അതിനകത്ത് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ വെബ്സൈറ്റുകളെല്ലാം ബുക്ക് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോഴെല്ലാം നല്ല രീതിയിലൊന്ന് യൂട്ടിലൈസ് ചെയ്തോളാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ uxtools.co എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് വരിക. ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ UX ചലഞ്ച് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഈ UX ചലഞ്ചിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഡിസൈൻ ചലഞ്ചുകൾ, അതായത് യൂസർ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ചലഞ്ചുകളുണ്ട്. ഈ ചലഞ്ചുകളുടെ ഈ ഓരോ കാർഡ്സുകളും നിങ്ങൾ എടുത്തു വെച്ച് നോക്കി ഓരോന്നും ആദ്യം തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. കാരണം ഇതെല്ലാം യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റാണ്. അതുകൊണ്ട് ആദ്യമേ ഈ ഒരു uxtools.so എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ഈ ഒരു ചലഞ്ചസ് സെക്ഷനാണ് ആദ്യമായിട്ട് പരിചയപ്പെടുത്താനുള്ളത്. അതുപോലെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് പരിചയപ്പെടുത്താനുള്ളത്, ഈ ഒരു ഹോം പേജിൽ നിങ്ങൾ വന്നിട്ട് താഴെയായിട്ട് ജോബ് ബോർഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ജോബ് ബോർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻ്റർനാഷണൽ ലെവലിലുള്ള UX റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതിൽ ഒരുപാട് നല്ല ജോലികൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് പലതും റിമോട്ടായെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. റിമോട്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് രാജ്യത്തായിരുന്നാൽ തന്നെയും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഫ്രീലാൻസ് കൈൻഡ് ഓഫ് ജോലികളുണ്ടെങ്കിൽ ഇവിടുന്ന് കണ്ടുപിടിക്കാം. അതിനൊക്കെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ UX ടൂൾസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ വന്നപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ uxtools.co നിങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വെബ്സൈറ്റാണ് ഒരു UX ഡിസൈനർ എന്ന നിലയിൽ. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് sharpen.design എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ചുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പല ടൈപ്പ് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഞാൻ പ്രോഡക്റ്റ് ആൻഡ് UX എന്ന് പറയുന്ന സെക്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ആൻഡ് UX സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് അവരൊരു ചലഞ്ച് ഇങ്ങനെ തന്നിരിക്കും. അതിനകത്ത് ന്യൂ ചലഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടുത്തൊരു ചലഞ്ച് കാണിച്ചു തരും. അപ്പോൾ ഇതെല്ലാം തന്നെ ഡിഫറെൻറ്റ് രീതിയിലുള്ള ഓരോ വർക്കുകളാണ്. അതായത് ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് പല സ്ഥാപനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടുന്ന ഡിഫറെൻറ്റ് ചലഞ്ചുകളുടെ ഒരു ഐഡിയ ഇവിടെ തരികയാണ്. അത് നമുക്കിങ്ങനെ നെക്സ്റ്റ് ചെയ്ത് കണ്ടാൽ പലതരത്തിലുള്ള ഒരു ചലഞ്ചുകൾ കണ്ടുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് അത് കണ്ട് അതിനേപോലെ ഒരു ചലഞ്ച് പോലെ നിങ്ങൾക്കൊരു UX പ്രോജക്റ്റ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ പുതിയ ഐഡിയകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണമെന്നറിയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് UXലെ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഈ വെബ്സൈറ്റുകൾ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡമ്മി പ്രോജക്റ്റുകൾ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസ് നോളജിന് വളർത്തിയെടുക്കാനുള്ള ഏറ്റവും നല്ല വഴി. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് അത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഇനി അടുത്ത അതേപോലെ മറ്റൊരു വെബ്സൈറ്റ് ഉണ്ട്. അതാണ് fakeclients.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. അതായത് ഫേക്ക് ക്ലയൻസുകളില്ല, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫേക്ക് ആയിട്ടുള്ള കുറച്ച് ക്ലയൻറ്റുകളുടെ ഐഡിയ തരുന്നു. ഇവിടുന്ന് നിങ്ങൾ ഒരുപാട് സെക്ഷൻ ലോഗോ ഡിസൈൻ, വെബ് ഡിസൈൻ ഒക്കെ കിടപ്പുണ്ട്. അവിടുന്ന് UX ഡിസൈൻ കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ ഒരാൾ നമ്മളോട് പറഞ്ഞു തരുന്നതായിട്ടുള്ള രീതിയിൽ അവരിങ്ങോട്ട് കാണിച്ചു തരും. അവിടെ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഐഡിയയിൽ അവർ പറയുന്ന ബ്രീഫ്, അതായത് അവരെന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ള ബ്രീഫ് റീഡ് ചെയ്യാം. അത് റീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് നിങ്ങൾക്ക് പ്രോജക്റ്റ് അയച്ചു തരുന്നത് പോലെ തന്നെ അതിനെ വായിച്ചു മനസ്സിലാക്കാനും അതിനെ കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡമ്മി ആയിട്ടുള്ള പ്രോജക്റ്റുകൾ നമുക്ക് ഒരു ക്ലയൻറ്റ് തരുന്ന അതേ ഫീലോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു കമ്പനിയിൽ ചെന്നാലും എങ്ങനെയാണോ ക്ലയൻറ്റ് മെയിൽ അയക്കുന്നത്, അത് വായിക്കുന്നത്, മനസ്സിലാക്കുന്നതൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫേക്ക് ക്ലയൻറ്റ്സ് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റും നിർബന്ധമായിട്ടും UX പഠിക്കുന്ന ആൾക്കാർ കുറേ ഡമ്മി പ്രോജക്ട്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല UX ഐഡിയാസുകളുടെ ഒരു സൈറ്റാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് goodbrief.io. അതും ഇതുപോലെ തന്നെയാണ്.
നിങ്ങളൊരു വെബ്സൈറ്റ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഇവിടെ ടൈപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോഗോ, ബ്രാൻഡ് ഐഡൻറ്റി, പാക്കേജ് ഒക്കെ ഉണ്ട്. എങ്കിലും നമുക്കിപ്പം UI ബന്ധപ്പെട്ടുള്ള ആയതുകൊണ്ട് നമുക്കൊരു വെബ്സൈറ്റിലേക്ക് വരാം. വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഒരു വെബ്സൈറ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഫാഷൻ്റെ ആണോ, അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ആണോ, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ആണോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ജനറേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ടുള്ള ഒരുപാട് ഡിസൈൻ ബ്രീഫ്സുകൾ അവരുണ്ട്. അതിൽ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ബ്രീഫ് ഇവിടെ ലോഡ് ചെയ്ത് തരും. ഓക്കെ, ആ ഒരു ബ്രീഫിൻ്റെ കമ്പനി നെയിം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ആ ജോബ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഒരു ഡെഡ് ലൈൻ തന്നിട്ടുണ്ട്. 1 വീക്കിൽ നിങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്ത് തീർക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. വീണ്ടും ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ടൊരു കമ്പനിയുടെ മറ്റൊരു ഡിസ്ക്രിപ്ഷൻ തരും. അങ്ങനെ നിങ്ങൾക്ക് മാറ്റി ഇത് കണക്ക് ജനറേറ്റ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി വെബ്സൈറ്റുകളും മറ്റും ഡിസൈൻ ചെയ്യാനുള്ള ബ്രീഫുകൾ, അതായത് ഡിസൈൻ ബ്രീഫ് എന്നാണ് പറയുന്നത്. നമ്മുടെ ക്ലയൻറ്റൊക്കെ അയച്ചു തരുന്ന നമ്മുടെ ഒരു ഡിസൈൻ്റെ ഒരു ബ്രീഫ് കാണുമല്ലോ, ഒരു മെയിൽ പോലെ. അപ്പോൾ ആ ഒരു മെയിൽ തുടക്കക്കാർക്ക് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, എങ്ങനെയായിരിക്കും ആ ഒരു മെയിലിനകത്ത് അതിനെ സ്പെസിഫൈ ചെയ്യുന്നതൊക്കെ ഉള്ള മനസ്സിലാക്കാനാണ് ഇത്തരത്തിലുള്ള സൈറ്റുകൾ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങളുടെ UX തരത്തിലുള്ള ചിന്താഗതിക്കും അതുപോലെ പുതിയ പുതിയ ഡിസൈൻ ചെയ്യാനൊക്കെ ഉള്ള ഐഡിയയ്ക്ക് വേണ്ടി സഹായിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈറ്റാണ് uxchallenge.co. ഒരുപാട് ഡിസൈൻ ചലഞ്ചുകൾ, നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈൻ ചലഞ്ചുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. E-commerceൻ്റെ ആയിരുന്നാലും സ്റ്റാർട്ട് ഹോമിൻ്റെ ആയാലും ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ വ്യത്യസ്തമായ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് UX ചലഞ്ചുകളാണ് ഇവിടെ കിടക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ചലഞ്ചുകൾ, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഈ ഡിസൈൻ ചലഞ്ചുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസിൽ നിന്ന് കാണാം. അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കൃത്യമായ ബ്രീഫ് വായിച്ച് കൃത്യമായിട്ട് അവരുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി നല്ല രീതിയിലുള്ള UX ചലഞ്ചുകൾ നമുക്ക് ഡിസൈൻ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഐഡിയാസുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ UXൽ ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് പ്രോജക്റ്റ് വേണ്ടി തുടങ്ങണം, എന്തിനു വേണ്ടിയിട്ട് UX ചെയ്തു തുടങ്ങണം എന്നൊക്കെ സംശയമായിട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു സൈറ്റും വളരെ ഹെൽപ്പായിരിക്കും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് sketchingforex.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കെച്ചിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സാധാരണ ഈ ഒരു UX ഡിസൈനേഴ്സൊക്കെ തന്നെ വളരെ റഫായിട്ടുള്ള രീതിയിലുള്ള സ്കെച്ചിങ്സുകൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്കെച്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന സ്കെച്ചിങ് ഫോർ UX ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. യൂഡമിയിലുള്ള ഒരു ചെറിയ കോഴ്സാണ്. അതിലുപരി തന്നെ താഴെയായിട്ട് വന്നിരുന്ന ഒരു ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സ്കെച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മെയിലൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ UXലെ നമ്മുടെ ഡ്രോയിങ് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇതെല്ലാം തന്നെ യൂസർ എക്സ്പീരിയൻസിൽ അഥവാ UXൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റുകളെല്ലാം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ UX അഥവാ യൂസർ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റും നിങ്ങൾ നോക്കിക്കൊള്ളുക. നിങ്ങൾക്ക് കുറേ നല്ല സ്കെച്ചിങ് നോളജുകൾ ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതും ഇതുപോലെ ഒരു വെബ്സൈറ്റാണ്. അതായത് productdesigninterview.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഇവിടെ വന്നിരുന്നാൽ ഇതിൻ്റെ പ്രത്യേകം നമുക്കൊരു സോൾവിങ് പ്രോഡക്റ്റ് ഡിസൈൻ എക്സസൈസുകൾ തരുന്ന ഒരു ബുക്കിനെ പരിചയപ്പെടുക. നമ്മളെപ്പോഴും ഓൾറെഡി പറയാറുണ്ട്, UX പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ് ആണ് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അല്ലാതെ നമ്മളൊരു ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് അതിനെക്കുറിച്ച് കുറേ സംസാരിക്കുകയോ അല്ലെങ്കിൽ കുറേ വിഷ്വൽ ചെയ്തതുകൊണ്ട് മാത്രം ഒരു പ്രോഡക്റ്റ് ഡിസൈനായി മാറുന്നില്ല. ആ ഡിസൈൻസുകൾ ഡിസൈനായിട്ട് ഇൻഡസ്ട്രിയിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് നല്ല രീതിയിലുള്ള പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റി നമ്മൾ ഉൾപ്പെടുത്തിയേ മതിയാവും. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവിങ് ആണ് നമ്മുടെ യഥാർത്ഥ UX എന്ന് പറയുന്നത്. നമ്മൾ എത്ര പുസ്തകങ്ങൾ വായിച്ചാലും എത്ര ആർട്ടിക്കിൾസുകൾ വായിച്ചാലും നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്, പ്രോബ്ലം സോൾവിങ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവിംഗ് ആയിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ബുക്കാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബൈ നൗ കൊടുത്തുകൊണ്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസുകളും അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസുകളൊക്കെ താഴെ വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ UXൽ കുറേ നോളജുകൾ തരുന്ന കുറച്ച് ആർട്ടിക്കിൾസുകളാണ്. അതുപോലെ തന്നെ ഈ ബുക്സിനെ കുറിച്ചും ബുക്സ് ആരൊക്കെ വായിക്കണം, ബുക്സിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസുകൾ ഇവിടെ തരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ എന്ന നിലയിൽ ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ഈ ഒരു പ്രോബ്ലം സോൾവിങ്, ഈ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ്റെ എക്സസൈസ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു സെക്ഷനാണ്. അതുകൊണ്ട് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്താൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട യൂസർ എക്സ്പീരിയൻസ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തിരിക്കേണ്ടുന്ന ഒരു വെബ്സൈറ്റാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ 100 days of product design എന്ന് പറഞ്ഞിട്ടൊരു പേജ്, അതായത് imprint.li എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണിത്. അതിലെ ഒരു 100 days of product design എന്ന് പറയുന്നൊരു സെക്ഷനാണിത്. ഇവിടെ നിങ്ങൾക്ക് വന്നുകൊണ്ട്
നിങ്ങളുടെ ഓരോ 100 ഡേയ്സിൽ 100 ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിസൈൻ എങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ഓരോന്ന് മനസ്സിലാക്കണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ താഴെയായിട്ട് തന്നിട്ടുണ്ട്. ഡേ 1 നിങ്ങൾ എന്ത് ചെയ്യണം, ഡേ 2 എന്ത് ചെയ്യണം, അങ്ങനെ ഓരോ ദിവസങ്ങൾ വഴി നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു നല്ല ഒരു വെബ്സൈറ്റ് എന്ന് തന്നെ പറയാം. യൂസർ എക്സ്പീരിയൻസിൽ നിൽക്കുന്ന ആൾക്കാർ, ഡിസൈനേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും നിർബന്ധമായിട്ടും ഇത് കണ്ടിരിക്കേണ്ടുന്ന ഒരു വെബ്സൈറ്റാണ്. കാരണം ഈ വെബ്സൈറ്റിലൂടെ നമ്മളെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ തിയററ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാനും യൂസർ എക്സ്പീരിയൻസിൽ നമ്മുടെ ഒരു അവയർനെസ് കൂട്ടാനും ഒക്കെ സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത വളരെ സൂപ്പർബായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എല്ലാ വെബ്സൈറ്റും യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിൽ നിങ്ങളുടെ നോളജിനെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് എല്ലാ വെബ്സൈറ്റുകളും നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്യുക. നിങ്ങളുടെ സമയാനുസരണം ഓരോ വെബ്സൈറ്റുകളും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക. അത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഒരു യൂസർ എക്സ്പീരിയൻസ് മെൻറ്റാലിറ്റി, പ്രധാനമായിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റി, നിങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ബന്ധമായിട്ടുള്ള സ്കെച്ചിങ് എബിലിറ്റി, ഇതെല്ലാം വളർത്തിയെടുക്കും. ഇതൊക്കെയാണ് ഒരു UX സൈഡിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എല്ലാ വെബ്സൈറ്റുകളും നിങ്ങളെല്ലാവരും ബുക്ക് മാർക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും യൂസർ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന മറ്റ് സുഹൃത്തുക്കളിലേക്കൊക്കെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരിലേക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എനിവേ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.